ഹായ്, എന്താ പറയുക പേര്? ആൽവിൻ. നമുക്കൊരു വെറൈറ്റി മെന്റലിസം ചെയ്താലോ? പക്ഷേ ഞാൻ ഇന്ന് മെന്റലിസം അല്ല ചെയ്യാൻ പോകുന്നത്, ഞാൻ മൈൻഡ് ഇൻഫ്ലുവൻസിങ് ആണ് ചെയ്യാൻ പോകുന്നത്. മെന്റലിസം എന്ന് പറഞ്ഞാൽ ഒരാൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവരെ മൈൻഡ് റീഡ് ചെയ്ത് കണ്ടുപിടിക്കും. പക്ഷേ ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഉത്തരം എഴുതി വയ്ക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം വെച്ചാൽ, അപ്പം നിങ്ങൾ പറയും ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, അദ്ദേഹം അത് മനസ്സിൽ വിചാരിച്ച് ഞാൻ അത് മൈൻഡ് റീഡ് ചെയ്താൽ കണ്ടുപിടിക്കും. പക്ഷേ ഞാൻ മൈൻഡ് റീഡിങ് അല്ല, മൈൻഡ് ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത് ഒരാൾ എന്ത് വിചാരിക്കണം, അയാൾ എന്ത് ഉത്തരം പറയണമെന്ന് നമുക്ക് അവരെ മൈൻഡിലോട്ട് നമുക്കത് ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് ഇവിടെ വർക്കാവുകയാണെങ്കിൽ ഇത് സക്സസ് ആകും. ഓക്കെ, ഞാൻ ചോദ്യമെല്ലാം ചോദിക്കുന്നതിന് മുമ്പ് ഞാനൊരു പ്രഡിക്ഷൻ ഇവിടെ എഴുതുകയാണ്. പ്രഡിക്ഷൻ എഴുതിയതിന് ശേഷം മോൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, ഞാനൊരു പ്രഡിക്ഷൻ എഴുതി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യത്തിനുള്ള ഉത്തരം ആൽവിൻ എന്ത് ഉത്തരം പറയുന്നത് അത് ഞാൻ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചു. എൻ്റെ നോട്ട് പാഡിലുണ്ടല്ലോ, ഇത് ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ എഴുതുന്നതാണ്. ഇതിൽ ഞാൻ കുറച്ച് നടന്മാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആ നടന്മാരുടെ പേര് ഞാൻ വായിക്കാൻ പോവുകയാണ്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, ജയൻ. ഓക്കെ, ഈ 6 പേരിലെ പേരിൽ നിന്നും മോൻ്റെ അടുത്ത് ഇഷ്ടമുള്ള ഒരു പേര് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ മോൻ ഏത് പേര് സെലക്ട് ചെയ്യും? നോക്കിയിട്ട് മോൻ പറയാം. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, ജയൻ. ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ദിലീപ് സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ല. പക്ഷേ ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു പറഞ്ഞാൽ വിശ്വസിക്കാനില്ല. ഓക്കെ, മോൻ സെലക്ട് ചെയ്ത ദിലീപ് ഞാൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൺ ക്യാമറയുടെ അടുത്ത് വെച്ചത്. എൻ്റെ പ്രഡിക്ഷൻ നിങ്ങളിനി കാണാൻ പോവുകയാണ്. എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ മോൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഇത് പ്രഡിക്റ്റ് ചെയ്തായിരുന്നു. ഞാൻ ദിലീപിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ മോൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചത്. ഇതാണ് മൈൻഡ് ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത്. മൈൻഡ് ഇൻഫ്ലുവൻസിങ് എന്ന് പറഞ്ഞാൽ ഒരാൾ എന്ത് ഉത്തരം പറയണമെന്ന് നമുക്ക് അവരെ മനസ്സിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്ത് ഞാൻ മോനെ കൊണ്ട് ഇത്രയും ആക്ടേഴ്സിൽ മോൻ ദിലീപ് തന്നെ പറയണമെന്ന് തോന്നി, അത് ഞാൻ മോൻ്റെ മനസ്സിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് തന്നെ. ഓക്കെ.